അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും ഓരോ അണുവിലും ദേവാനിൻ ചൈതന്യം ഓതാൻ കഴിഞ്ഞുമതിൽ ലയിച്ചും. എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും നമസ്കാരം. ഞങ്ങൾ പഠിക്കുന്ന കുളത്തൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് പഠിക്കുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം. കൃഷി കണ്ടിട്ടുണ്ടെങ്കിലും കൈ മണ്ണിൽ തൊടുന്നതിനുള്ള അറപ്പ് കാരണം ഞങ്ങൾ കൃഷിയെ വേണ്ടെന്ന് വെച്ചു. എന്നാൽ നമ്മുടെ കർഷകർ വളരെയധികം അധ്വാനശേഷിയും ഊർജ്ജസ്വതലയും ആർജിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുള്ള ഉദാത്തമായ മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടതാകുന്നു. അകക്കണ്ണ് തുറപ്പിക്കുന്ന ആശാന്മാർക്ക് ബാല്യത്തിലെത്തിയ ശിഷ്യരുടെ മണ്ണിലെ സാഹസത്തിൽ ആഹ്ലാദം. പഠനവും പ്രവൃത്തിയും കൃഷിയും സമന്വയിപ്പിച്ച് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങളിൽ നെല്ലും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് സ്കൂൾ പരിസരമാകെ ഹരിതാഭമാക്കുകയാണ്. മിഡിൽ ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഇത് വിജയകരമായി പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾക്കും പ്രാപ്യമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷിയിൽ ചുവടുറപ്പിച്ചത്. ഇതിന് ചുക്കാൻ പിടിച്ചത് കുളത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ വിക്ടർ രാജു. തുടക്കത്തിൽ ചില അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളുടെ പഠനത്തിന്റെ ശ്രദ്ധ പതറുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ടെക്നിക്കൽ ഹൈസ്കൂളിലെ സൂപ്രണ്ടിന്റെ അചഞ്ചല മനസ്സ് പച്ചക്കറി കൃഷിക്കുള്ള വഴികാട്ടിയായി. തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് അറബിക്കടലും നെയ്യാറും അതിരു പങ്കിടുന്ന തീരദേശ പഞ്ചായത്താണ് കുളത്തൂർ. സാധാരണ ചെറുകിട കർഷകരും മത്സ്യത്തൊഴിലാളികളുമാണ് ഇവിടുള്ളത്. ഇവിടെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഉൾനാടൻ പ്രദേശമായ ഈ സ്ഥലത്തുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തുന്നത് നടന്നും ട്രാൻസ്പോർട്ട് ബസ്സുകളെ ആശ്രയിച്ചും മാത്രമാണ്. ഏഴാം തരം കഴിഞ്ഞ് 8, 9, 10 എന്നീ സ്റ്റാൻഡേർഡിലുള്ള ഈ ഹൈസ്കൂളിൽ 300 കുട്ടികളും 29 അധ്യാപകരും മറ്റു ജീവനക്കാരുമുണ്ട്. ഫിറ്റിംഗ്, ഇലക്ട്രിക്കൽ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ്, 2-3 വീലർ മെക്കാനിസം, സർവേ, കമ്പ്യൂട്ടർ എന്നീ വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പഠനത്തോടൊപ്പം കാർഷിക വികസന പരിപാടികൾക്കും ഈ സ്കൂൾ ഇപ്പോൾ മാതൃക കാട്ടിയിരിക്കുകയാണ്.
ഞങ്ങൾ ഈ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴാണ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ മണ്ണും പ്രകൃതിയും അറിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഒരു കൺവീനർ അടക്കം ഏകദേശം 40 കുട്ടികളോളം സജീവ അംഗത്വമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ഞങ്ങൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസർ മിസ്റ്റർ ക്ലീറ്റസിനെ ബന്ധപ്പെടുകയും അവർ വളരെയധികം പ്രോത്സാഹനം നമ്മൾക്ക് തരികയും ചെയ്തു. അങ്ങനെ ഈ നിലം ഒരുക്കുകയും നമ്മളിത് ആദ്യത്തെ വിളവെടുപ്പ് ആണിപ്പോൾ നടക്കുന്നത്. അതൊരു പരിപൂർണ വിജയമായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഗവൺമെൻറ് പരിപോഷിക്കുന്ന ഈ പദ്ധതിയിൽ കുട്ടികളുടെ കൂടെയും നമ്മുടെ വീട്ടിൽ കൂടെയും ഉണ്ടാവേണ്ട ആവശ്യകതയും സ്വയം പര്യാപ്തതയും മുക്തമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടേണ്ട രോഗമുക്തമായ ഒരു സമൂഹം വാർത്തെടുക്കുന്നതിനും അത് ആ കുട്ടികൾക്ക് അറിവ് നമുക്ക് ഉള്ള വിഭവശേഷി നമ്മളെ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ തൊട്ട് നിൽക്കുന്ന പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മുടെ വിഭവ സമാഹരണം നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുള്ള സന്ദേശമാണ് ഇതിൽ കൂടെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാലയങ്ങളിൽ പഠനത്തോടൊപ്പം പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളെ കൃഷിയിൽ തൽപരരാക്കുക, പച്ചക്കറി കൃഷിയിൽ അവബോധം സൃഷ്ടിക്കുക, വിഷരഹിതമായ ജൈവ പച്ചക്കറികളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന വിദ്യാലയ പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെയും 20 സെന്റ് സ്ഥലത്ത് കുട്ടികൾ സ്വന്തമായി പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത്. സ്ഥലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കൃഷിക്കാര്യങ്ങളും ഈ കുഞ്ഞു കരങ്ങളിലാണ് രൂപപ്പെട്ടത്. സ്വന്തമായിട്ട് കൃഷിയുണ്ടോ? വീട്ടിലുണ്ട്. എന്തൊക്കെയാണ് കൃഷിയുള്ളത്? വാഴ, പാവയ്ക്ക, കീര, പയർ. പേരെന്താ? അലക്സാണ്ടർ. ഇപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ ഏതിൽ പഠിക്കുന്നു? 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിൽ. ഈ ടെക്നിക്കലായിട്ട് ഏതാണ് പഠിക്കുന്നത്? TTW. അപ്പോൾ ഈ പഠിത്തത്തിനോടൊപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നതിൽ നിനക്കുള്ള അഭിപ്രായം എന്താണ്? നല്ലതാണ്. വർക്ക്ഷോപ്പിലെല്ലാം ഒഴിവ് സമയങ്ങളിലാണ് ഞങ്ങളിത് സാധാരണ കൃഷി ചെയ്യാറുള്ളത്. ഇതിനു വേണ്ടുന്ന വിത്ത്, വളം, ജൈവ കീടനാശിനി എന്നിവയും കൃഷിവകുപ്പിൽ നിന്നുള്ള 5000 രൂപയുടെ ധനസഹായവും കൃഷിക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണയും കുളത്തൂർ കൃഷിഭവനിൽ നിന്നും നൽകി. അതിലുപരി പമ്പ് സെറ്റുകൾ സ്ഥാപിക്കാൻ 10,000 രൂപയുടെ സഹായവും നൽകുന്നുണ്ട്. ഇൻഡോ അമേരിക്കൻ സങ്കരവർഗ വഴുതിന, ആനക്കൊമ്പൻ ഇനത്തിൽപ്പെട്ടതും നാടൻ ഇനവുമായ വെണ്ട, പട്ടുചീര, വെള്ളയണി ഇനമായ ജ്യോതിക എന്ന നീളൻ പയർ, മുളക്, തക്കാളി, കൊന്തമരയ്ക്ക, വെള്ളരി എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യാൻ മുന്നോട്ടിറങ്ങിയ 30 വിദ്യാർത്ഥിനികളെ തിരഞ്ഞെടുത്ത് അവരുടെ തന്നെ ഒരു കാർഷിക ക്ലബ്ബ് ആദ്യമായി രൂപീകരിക്കുകയും സ്കൂളിലെ തന്നെ കൃഷിയിൽ മുന്നോട്ട് വന്ന ഒരു അധ്യാപകനെ കൺവീനറാക്കി ഇതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. കുളത്തൂർ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കഴിഞ്ഞ ഈ അക്കാഡമിക് ഇയർ ജൂൺ ജൂലൈ കാലഘട്ടത്തിലാണ് നമ്മൾ കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചത്. ഈ കാർഷിക ക്ലബ്ബിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുളത്തൂർ കൃഷിഭവനിലെ ശ്രീ വിക്രമരാജ് സാറ് കൃഷി ഓഫീസർ ഇവിടെ എത്തുകയും അപ്പോൾ അത് ആദ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് കുട്ടികൾക്ക് ഈ കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് എടുക്കണം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നല്ല ഹോപ്പുള്ള പ്രദേശമാണ്, നല്ലൊരു കൃഷിത്തോട്ടം നമുക്ക് നിർമ്മിക്കാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40ഓളം വരുന്ന കാർഷിക ക്ലബ്ബിലെ കുട്ടികളെ ചേർത്തിട്ട് ആദ്യം ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുത്തു. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ വിക്ടർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധർ ഒന്ന് ക്ലാസ് എടുത്തു. തീർച്ചയായിട്ടും അത് വളരെ പ്രോത്സാഹനമായിട്ടുള്ള, ഞങ്ങൾക്ക് വളരെ എൻകറേജ് ചെയ്ത, മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. അതിൽ നിന്നുള്ള പ്രചോദനം ബഹുമാനപ്പെട്ട സ്കൂൾ സൂപ്രണ്ടും ഇവിടുത്തെ PTA-യും സ്റ്റാഫും കുട്ടികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടക്കം കുറിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സ്കൂളുകളും പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല വിളകൾ കിട്ടിയതായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതും ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ധാരാളം പരിമിതികൾ നമ്മുടെ സ്കൂളിലുണ്ട്. കാരണം
കുട്ടികൾക്ക് SLCക്ക് 2 സബ്ജക്റ്റ് കൂടുതലാണ്, മെക്കാനിക്കൽ സബ്ജക്റ്റ്, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് കൂടുതലായിട്ട് പഠിക്കണം. ഇൻ്റർവൽ സമയം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പരിമിതമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ കൂടി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സഹകരണം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഇവിടെ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൻ്റെ നിലം ഒരുക്കുന്ന പ്രാരംഭഘട്ടം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവർത്തനത്തിലും ഇവിടുത്തെ കുട്ടികളാണ് വളരെ താല്പര്യത്തോടെ പങ്കെടുത്തത്. ഇവിടെ 40 കുട്ടികളാണ് കാർഷിക ക്ലബ്ബിൽ ഉണ്ടെങ്കിലും 300ഓളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ വളർച്ച കണ്ടിട്ട് അവർ മോട്ടിവേറ്റഡായി. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടപ്പോൾ അവരും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത വിത്തുകൾ അവർ വീടുകളിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുകയും അവിടെയും ചെറിയ തോതിൽ ഓരോ വിദ്യാർത്ഥികളും വീട്ടിലും ഇത്തരം കാര്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കുളത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റും പച്ചക്കറി കൃഷിയുടെ ആവശ്യകത, കൃഷിരീതി, അവബോധം എന്നിവയെപ്പറ്റി ക്ലബ്ബിൽ ക്ലാസ് എടുക്കുകയും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വം നൽകുകയും ചെയ്തു. കുട്ടികളും അധ്യാപകരും ഏക മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ മുറ്റം നിറസമൃദ്ധിയുടെ പച്ചക്കറി തോട്ടമായി രൂപാന്തരപ്പെട്ടത്. കാർഷിക ക്ലബ്ബിലെ കുട്ടികൾ രാവിലെയും വൈകുന്നേരവും തോട്ടം തയ്യാറാക്കാൻ സന്നദ്ധത കാണിച്ചതോടെ കൃഷിപ്പണികൾക്ക് തുടക്കം കുറിച്ചു. അതിനുവേണ്ടുന്ന രൂപരേഖ തയ്യാറാക്കി. കൃഷിക്കാവശ്യമായ ചാണകം, കോഴിവളം, വിത്ത്, തൈകൾ എന്നിവ കൃഷിഭവൻ തന്നെ യഥാസമയം എത്തിച്ചുകൊടുത്തു. സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കി വരുന്ന സമഗ്ര പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടാണ് ഈ ടെക്നിക്കൽ സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുമായിട്ട് ഇവിടുത്തെ അധ്യാപകരെ സമീപിച്ചപ്പോൾ തന്നെ ഇതിനു വേണ്ട പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഉടൻ തന്നെ അവരെ PTA ആലോചിച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു കാർഷിക ക്ലബ്ബ് ഉണ്ടാക്കുകയും ആ കാർഷിക ക്ലബ്ബിലെ കുട്ടികൾ തന്നെയാണ് ഇവിടുത്തെ പച്ചക്കറി കൃഷി മുഴുവനും ചെയ്തിട്ടുള്ളത്. ഇവിടെ 20 സെൻറ്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പയറ്, വെണ്ട, ചീര, വഴുതന, തക്കാളി കൂടാതെ കൊത്തമര, വെള്ളരി ഇവയും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിയുടെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ എല്ലാ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഇതിൽ സഹകരിച്ചു വരുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന വിളവ് കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കൃത്യതയോടെ നട്ട് പരിപാലിച്ച ഇവ 35-ാം ദിവസം തന്നെ ആദ്യ വിളവെടുപ്പ് നടത്തി. 150 കിലോ ചീരയാണ് ആദ്യമായി വിളവെടുത്തത്. ഇത് കുട്ടികളിൽ കൂടുതൽ താൽപ്പര്യവും ആവേശവും ജനിപ്പിച്ചു. തുടർന്ന് മിക്കവാറും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ നട്ടുനനച്ച വെള്ളരി, ചീര, മുളക്, വെണ്ട, പയർ, വഴുതിന, തക്കാളി എന്നിവയെല്ലാം വിളവെടുക്കുകയും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുള്ള കറികൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്താണ് ഇത്? വർക്ക്ഷോപ്പിലുള്ള ഒഴിവു സമയങ്ങളിൽ ചെടികൾക്കുള്ള ആവശ്യമായ ഉരങ്ങൾ ഇട്ടുകൊടുക്കുകയും ആവശ്യത്തിന് ജലം നനച്ചെടുക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പ്രവർത്തനം നിങ്ങൾ തുടങ്ങുന്നത്? രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ വരും? 8:30 ആകുമ്പോഴൊക്കെ വരും. രാവിലെ ആരെങ്കിലും വിദ്യാർത്ഥികൾ വെള്ളം നനച്ചില്ലെങ്കിൽ നമുക്ക് ഒഴിവു സമയങ്ങളിൽ നമ്മൾ വന്ന് വെള്ളം നനയ്ക്കാറുണ്ട്. കൃഷി വകുപ്പിൽ നിന്നും 5000 രൂപയുടെ ധനസഹായം ലഭിച്ചുവെങ്കിലും കന്നി വിളവെടുപ്പിൽ നിന്ന് തന്നെ അതിലേറെ വിലയ്ക്കുള്ള പച്ചക്കറികൾ ലഭിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുകയാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും. മുളക്, വഴുതിന എന്നിവയിൽ നിന്നും ഇനിയും 4 മാസത്തിലധികവും, പയർ, വെണ്ട എന്നിവയിൽ നിന്ന് 2 മാസം കൂടിയും വിളവെടുക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ.
വിളവെടുപ്പ് അവസാനിക്കാറായ വെള്ളരി, ചീര എന്നിവ തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ എന്നിവ നടുന്നതിനുള്ള തയ്യാറെടുപ്പും നടത്തിവരികയാണ്. വിത്തിടുന്ന സമയത്ത് തടങ്ങളിൽ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുകയും തൈകൾ ഇതിന്റെ ലായനിയിൽ മുക്കിയ ശേഷം നടുകയും വളർച്ചാഘട്ടങ്ങളിൽ ചെടികളിൽ തളിക്കുകയും ചെയ്തതുകൊണ്ടാണ് വിളകളെ രോഗങ്ങൾ ഒന്നും തന്നെ ഏശില്ല എന്നതും എടുത്തു പറയത്തക്ക അനുകരണീയ മാതൃകയാണ്. ചെടികളിൽ രോഗം വരാതിരിക്കുന്നതിന് സ്യൂഡോമോണസ് എന്ന ജൈവ കുമിൾനാശിനി ഉപയോഗിക്കുന്നു. 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെടികൾ നടുന്നതിന് മുൻപ് കുഴികളിൽ ഒഴിക്കുകയും രോഗബാധ ഉണ്ടാകുമ്പോൾ ചെടികളിൽ തളിക്കുകയും ചെയ്യുന്നു. അതിരാവിലെ വെയിൽ വരുന്നതിന് മുൻപാണ് ഇത് തളിക്കുന്നത്. ഇതിന് കൈകൊണ്ട് കലക്കുന്നത് കൊണ്ടോ മറ്റോ യാതൊരു വിഷാംശവും ഉണ്ടാകുന്നില്ല. വെണ്ട, വഴുതിന എന്നിവയിലെ തടതുരപ്പൻ പുഴുവിനെതിരെ പ്രയോഗിച്ചതും വേപ്പെണ്ണ അടങ്ങിയ ജൈവ കീടനാശിനിയായിരുന്നു. അതുമൂലം ഒട്ടും വിഷാംശമില്ലാത്ത വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. സ്വാദിഷ്ടമായ, കൂടുതൽ നാൾ കേടുവരാതെ ഇരിക്കാനുള്ള കഴിവും ഇതിലൂടെ കണ്ടെത്താൻ സാധിച്ചു. പച്ചക്കറിയിലുണ്ടാകുന്ന കീടനാശിനികൾക്ക് പ്രതിരോധിക്കാനാണ് വേപ്പെണ്ണ കലർന്ന ഈ കീടനാശിനി ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി എന്ന കണക്കിലാണ് ഈ കീടനാശിനി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് പച്ചക്കറിക്ക് തളിക്കുന്നത്. കീടനാശിനിയെ കാണുമ്പോഴും 2 ആഴ്ചയ്ക്ക് ഒരിക്കലുമാണ് ഈ കീടനാശിനി തളിക്കുന്നത്. രാവിലെ 9-ന് പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഈ വിദ്യാലയത്തിൽ നടക്കുന്ന അസംബ്ലിയിൽ അതാത് ദിവസത്തെ പ്രമുഖ പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചു കേൾപ്പിച്ച ശേഷമാണ് പഠനം ആരംഭിക്കുന്നത്. കൃഷിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ക്ലാസ് തുടങ്ങും മുമ്പ് തന്നെ പച്ചക്കറിത്തോട്ടം സന്ദർശിച്ച് ഒഴിവ് സമയങ്ങളിൽ ചെയ്യേണ്ട ജോലികൾ എന്താണെന്ന് മനസ്സിലാക്കും. തുടക്കമെന്ന നിലയിൽ ടിഷ്യൂ വാഴകൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ഈ വർഷം വിദ്യാർത്ഥികൾ സംഘടിതമായി ആരംഭിച്ചതായ പച്ചക്കറി ഉൽപ്പാദനം അത് വളരെ വിജയകരമായി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നമ്മുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ചെയ്യുവാനുള്ള ഒരു അവസരം കുളത്തൂർ ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ കഠിനാധ്വാനത്തോടുകൂടി അവർ ഈ വർഷം ഇത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ വിളവെടുപ്പ് തന്നെ ആഴ്ചയിൽ 2 തവണ വിളവെടുപ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിളവ് അവരുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും അവർ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. കൃഷി ചെയ്ത് വാർത്ത സൃഷ്ടിക്കലല്ല, മറിച്ച് ഒരു കാർഷിക സംസ്കാരം വളർത്തുകയാണ് ഈ കുരുന്നുകൾ. കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ ക്രിയാത്മകമായ മനോഭാവവും സ്നേഹവും വാത്സല്യവും വളർത്തിയെടുക്കുവാനും കഴിയും. ഇതോടെ മണ്ണിനെയും മനുഷ്യരെയും സ്നേഹിക്കുവാനുമുള്ള കഴിവ് കുട്ടികളിൽ കൂടി വരും. അതിലുപരി ബാലമനസ്സുകളിൽ കാർഷിക ചിന്ത കടന്നുകയറിയ കുട്ടികൾ പഠനം കഴിഞ്ഞ് വീടുകളിൽ എത്തിയാലും അവിടെ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുവാനും വീട്ടാവശ്യത്തിനുള്ള അല്പം വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ പഠിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. കലാലയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിയ പച്ചക്കറി കൃഷി വ്യാപനം സ്വയം പര്യാപ്തതയ്ക്കുള്ള ചവിട്ടുപടി കൂടിയാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൃഗസംരക്ഷണ അവാർഡുകൾക്ക് അപേക്ഷിക്കാം. പൊക്കാളി നിലങ്ങളിൽ കാരച്ചെമ്മീൻ കൃഷിക്ക് ധനസഹായം. ശാസ്ത്രീയ കശുമാവ് കൃഷിയിൽ പരിശീലനം.
മൃഗസംരക്ഷണ വകുപ്പ് മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷിക്കാം. സംസ്ഥാന തലത്തിൽ ക്ഷീര കർഷകൻ, സമ്മിശ്ര മൃഗസംരക്ഷകൻ, പൗൾട്രി കർഷകൻ, യുവ കർഷകൻ, വനിതാ സംരംഭക എന്നിവർക്കും ജില്ലാ തലത്തിൽ മികച്ച ക്ഷീര കർഷകനും സമ്മിശ്ര മൃഗസംരക്ഷകനുമാണ് അവാർഡ്. ജില്ലാതല അവാർഡിന് തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് മികച്ച ക്ഷീര കർഷകനും സമ്മിശ്ര കർഷകനും സംസ്ഥാന അവാർഡുകൾ നൽകും. അപേക്ഷകൾ ജനുവരി 10 മുമ്പ് മൃഗാശുപത്രികളിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾ www.asd.kerala.gov.in എന്ന സൈറ്റിൽ ലഭിക്കും. വിവിധ കാർഷിക പദ്ധതികളിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃഷിവകുപ്പ് നൽകിയ തുക ലഭിക്കാത്ത കർഷകർ ഡിസംബർ 15 മുമ്പ് അതത് കൃഷിഭവനുകളിൽ ബന്ധപ്പെടണമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. വകുപ്പ് ഇ-പേയ്മെന്റ് സംവിധാനം വഴി ബാങ്കുകളിലേക്ക് നൽകിയിട്ടുള്ള ധനസഹായം വിവിധ സാങ്കേതിക കാരണങ്ങളാൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാത്ത വിവരം കൃഷിവകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അക്കൗണ്ടുകൾ സജീവമാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ വിൽപ്പന കേന്ദ്രത്തിൽ വിവിധ നടീൽ വസ്തുക്കളും ഫാം ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് തയ്യാറായി. ടി&D തെങ്ങിൻ തൈകൾ, പഴവർഗ്ഗ ചെടികൾ, ഔഷധ സസ്യങ്ങൾ, വിവിധ പച്ചക്കറി വിത്തുകൾ എന്നിവ കൂടാതെ ജീവാണു വളങ്ങൾ, കായീച്ചയെ പ്രതിരോധിക്കുന്ന ഫെറമോൺ കെണി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412388118. ഫിഷറീസ് വകുപ്പിന്റെ ജലകൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ പൊക്കാളി നിലങ്ങളിൽ കാരച്ചെമ്മീൻ കൃഷി ചെയ്യുന്നതിന് ധനസഹായം നൽകും. എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ പദ്ധതി നടപ്പിലാക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484280549. ഏറ്റവും കൂടുതൽ തരിശുനിലം കൃഷിയോഗ്യമാക്കിയ മികച്ച 3 പഞ്ചായത്തുകൾക്ക് കൃഷിവകുപ്പ് അവാർഡ് നൽകുന്നു. 2012-13, 2013-14 കാലയളവുകളിലെ പ്രവർത്തനങ്ങളാണ് പരിഗണിക്കുക. നെല്ല്, പച്ചക്കറി, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്ത ഭൂമികൾ അവാർഡിന് പരിഗണിക്കും. അപേക്ഷകൾ കൃഷിഭവനുകൾ മുഖേന അതത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് സമർപ്പിക്കണം. അവസാന തീയതി ഡിസംബർ 31. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ www.fibkerala.gov.in എന്ന സൈറ്റ് സന്ദർശിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം 20, 21, 22 തീയതികളിൽ ശാസ്ത്രീയ കശുമാവ് കൃഷിയിൽ സംസ്ഥാനതല പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 16 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487237039. മിൽക്ക് ഷെഡ് വികസന പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് 2, 5, 10 പശുക്കളടങ്ങുന്ന യൂണിറ്റുകളും 5, 10 കിടാരികൾ അടങ്ങുന്ന യൂണിറ്റുകളും ആരംഭിക്കുന്നതിന് ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകും. കറവയന്ത്രം വാങ്ങുന്നതിനും കാലിത്തൊഴുത്ത് പുതുക്കി പണിയുന്നതിനും ഫാമിന്റെ ആധുനികവൽക്കരണത്തിലും ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കും. 2 പശുക്കളടങ്ങുന്ന യൂണിറ്റിന് പരമാവധി 50,000 രൂപയും 5 പശുക്കളടങ്ങുന്ന യൂണിറ്റിന് 1,10,000 രൂപയും 10 പശുക്കൾക്ക് 2,32,000 രൂപയുമാണ് പരമാവധി സബ്സിഡി നൽകുന്നത്. 5 കിടാരികളെ വളർത്തുന്ന യൂണിറ്റിന് 9,500 രൂപയും 10 കിടാരികളടങ്ങുന്ന യൂണിറ്റിന് 1,81,200 രൂപയും സബ്സിഡി ലഭിക്കും. ഉരുക്കളുടെ വിലയ്ക്കൊപ്പം കടത്തുകൂലി, തീറ്റ, കുടിവെള്ള സംവിധാനം, ഇൻഷുറൻസ്, ചികിത്സ തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ചെലവ് കൂടി പരിഗണിച്ചാണ് സബ്സിഡി നിശ്ചയിക്കുക. താൽപ്പര്യമുള്ള കർഷകർ ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടണം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,100 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,150 രൂപ, വെളിച്ചെണ്ണ 10,550 രൂപ, കുരുമുളക് 49,500 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 13,000 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 13,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,500 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 49,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 51,200 രൂപ, വയനാടൻ കുരുമുളക് 51,700 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 7,800 രൂപ, തളിപ്പറമ്പ് 7,000 രൂപ, കാസർഗോഡ് 7,400 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 11,800 രൂപ, കോട്ടയം 11,400 രൂപ, ആലപ്പുഴ 10,750 രൂപ. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 23.6. കൊച്ചി 32.8, 23.4. ആലപ്പുഴ 31.8, 24.4. പുനലൂർ 33.22. തിരുവനന്തപുരം 31.9, 23.9 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.